നമസ്കാരം കേരള. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും ബസ് ഡ്രൈവറുടെയും വിഷയത്തിൽ വലിയ ചർച്ചകളാണ് കേരളത്തിൽ നടന്നത്. എന്നാൽ വിഷയത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ KSRTC ബസ് ഡ്രൈവർ നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. യാത്രക്കാരുമായി പോകുകയായിരുന്ന ബസ് നടുറോട്ടിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച പരാതിയിൽ കേസെടുക്കാത്ത കണ്ടോൺമെന്റ് SHOയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും ബസ് ഡ്രൈവറുടെ പരാതിയിൽ അന്വേഷണത്തിന് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും KSRTC മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥാണ് ഉത്തരവിട്ടത്. മെയ് 9 തിരുവനന്തപുരത്തെ കമ്മീഷണർ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. നേമം സ്വദേശി LH യദു സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ആര്യ രാജേന്ദ്രൻ, KM സച്ചിൻ ദേവ, അരവിന്ദ് കണ്ടാലറിയുന്ന 2 പേർ എന്നിവർക്കെതിരെയാണ് പരാതി. ഇവർ ഏപ്രിൽ 27 യദു ഓടിച്ചിരുന്ന KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നു. തന്നെ അസഭ്യം പറയുകയും യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് യദു പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. അന്ന് രാത്രി 10:30 കണ്ടോൺമെന്റ് SHOയ്ക്ക് പരാതി നൽകിയിട്ടും കേസ് എടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല. ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാകും. എന്നാൽ യാതൊരു അന്വേഷണവും നടക്കാതെ തനിക്കെതിരെ കേസെടുത്തുവെന്നാണ് യദു പരാതിയിൽ പറയുന്നത്. അതേസമയം മേയർ ആയതുകൊണ്ട് പ്രതികരിക്കാൻ പാടില്ല എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നതെന്ന് മേയർ ചൂണ്ടിക്കാട്ടുന്നു. ജനപ്രതിനിധികളും സാധാരണ മനുഷ്യരാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ ശീലിക്കുന്ന സമൂഹത്തെയാണ് നാം വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം അനുഭവങ്ങൾ തന്റെ അടുത്ത് പെൺകുട്ടികൾ പറയാറുണ്ട്. നിങ്ങൾ എന്താണ് അപ്പോൾ പ്രതികരിക്കാത്തതെന്നാണ് സാധാരണ നമ്മൾ ചോദിക്കുക. അപ്പോൾ പ്രതികരിച്ചതിലെ മാനഹാനിയാണ് കഴിഞ്ഞ 2 ദിവസമായി ഞാൻ അനുഭവിക്കുന്നത്. എനിക്ക് വലിയ പ്രയാസമുണ്ട്. തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടു കൂടിയ പ്രയാസങ്ങളിലേക്ക് പോകുമെന്നാണ് ഞാൻ പല കാര്യങ്ങളും പറയാതിരിക്കുന്നത്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, എന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, മറ്റൊരു സഹോദരൻ, എന്റെ ഭർത്താവ് അടങ്ങുന്ന എന്റെ കുടുംബവുമുണ്ട്. ആ കുടുംബം പ്രതികരിക്കുന്നത് തെറ്റായ സന്ദേശം നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. പല ഘട്ടങ്ങളായി വിഷയം മാധ്യമങ്ങളിൽ പറഞ്ഞതിന് ശേഷവും നമ്മുടെ ശബ്ദത്തെക്കാൾ ചില ചെറിയ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. ഞാനും സഹോദരനും നിൽക്കുന്ന ചിത്രത്തിന്റെ കമന്റ് ബോക്സിൽ വളരെ മോശമായ കമന്റുകൾ അടക്കം വരുന്നുണ്ട്. മേയർക്കെതിരെ സൈബർ അറ്റാക്ക് എന്ന് ഒരു മാധ്യമവും വാർത്തയും നൽകിയില്ല. വലിയ വേദനയിലാണ് ആര്യ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ കൃത്യമായ ഇടപെടലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്.